മൈമെന്റർ PSC ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കലാസാഹിത്യം സാംസ്കാരികം എന്ന മേഖലയെ അടിസ്ഥാനമാക്കി ചിത്രകല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ചിത്രകലയുടെ പിതാവാണ് ലിയനാർഡോ ഡാവിഞ്ചി. ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. അപ്പൊ ഡാവിഞ്ചിയാണ് ചിത്രകലയുടെ പിതാവ് എന്ന് പറയുന്നത്. മക്കളെ, ചിത്രകലയുടെ പിതാവ് എന്ന് പറയുന്ന ഡാവിഞ്ചിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വാദക ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചത് മൊണാലിസ എന്ന ചിത്രമാണ്. മൊണാലിസ എന്ന ചിത്രം, മൊണാലിസ എന്ന വിശ്വവിഖ്യാതമായ ചിത്രം വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ പഠിച്ചു വയ്ക്കുക, ആ പേര് നിങ്ങൾ മറക്കരുത്. ഡാവിഞ്ചിയും മൊണാലിസയും. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മൊണാലിസ എന്ന ചിത്രം വരച്ചതായി കരുതപ്പെടുന്നത് 1503 1506 ഇടയ്ക്കാണ്. 1503 1506 ഇടയ്ക്കാണ്. മൊണാലിസ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലാ ജിയാകോണ്ടോ. മറക്കരുത്, ലാ ജിയാകോണ്ടോ. അപ്പൊ അവിടെ ലാ ജിയാകോണ്ടോ എന്ന ഒരു വ്യാപാരിയുടെ ഭാര്യയാണ് ഈ ഒരു മോഡൽ, അല്ലെങ്കിൽ ഈ ഒരു മൊണാലിസ എന്ന ചിത്രത്തിന്റെ മോഡലായി നിന്നത് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർമ്മിച്ച് വെക്കുക, ലാ ജിയാകോണ്ടോ എന്നതാണ് ഈ പറയുന്ന മൊണാലിസയുടെ മറ്റൊരു പേര്. മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിലാണ്. എവിടെയാണ്? പാരീസിലെ ലൂവ്രെ മ്യൂസിയം, അല്ലെങ്കിൽ ലൂവ്രെ മ്യൂസിയം എന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇത് എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? പാരീസിലെ ലൂവ്രെ മ്യൂസിയം. മക്കളെ, ഇത് പ്രീവിയസ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിലാണ് എന്ത് സൂക്ഷിച്ചിട്ടുള്ളത്? ഈ പറയുന്ന മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോ ഇത് വളരെ, അല്ലെങ്കിൽ അത്രയേറെ പ്രശസ്തി ഉള്ള ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് ഭീഷണികളും ഈ ചിത്രത്തിനുണ്ട്. പലവട്ടം പലരും ഈ ചിത്രം അപഹരിക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെ ശ്രമിച്ചതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു തുകയ്ക്കാണ് അത് ഇൻഷുർ ചെയ്തിട്ടുള്ളത് പോലും. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രസക്തി, അതിന്റെ നിലനിൽപ്പിനെ തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ഈ ലോകത്തെ ഏറ്റവും ഇത്തരത്തിലുള്ള വിലമതിക്കാനാകാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ലൂവ്രെ മ്യൂസിയത്തിലൂടെ ഈ ചിത്രം മാറ്റിയത് അത് പാരീസിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു എവിടെയാണ്? പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിലാണെന്ന് പറഞ്ഞു. ആ ലൂവ്രെ മ്യൂസിയത്തിന്റെ ഒരു പിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൂവ്രെ മ്യൂസിയമാണ്. ഇനി മൊണാലിസ, മെഡോണ ഓഫ് ദി റോക്സ്, അവസാനത്തെ അത്താഴം, അതായത് അന്ത്യാത്താഴം എന്നിവ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാന ചിത്രങ്ങളാണ്. ഇപ്പൊ മൊണാലിസ, ഈ കാണുന്നത് മൊണാലിസ ചിത്രമാണ്. മൊണാലിസ, മെഡോണ ഓഫ് ദി റോക്സ്, അവസാനത്തെ അത്താഴം, മെഡോണ ഓഫ് ദി റോക്സ്, അവസാനത്തെ അത്താഴം. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ചിത്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇവ ആരുടേതാണ്? ഇവ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു പ്രധാന ചിത്രകാരൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ചിത്രകലയുടെ പിതാവിനെയാണ്, എങ്കിൽ ആധുനിക ചിത്രകലയുടെ പിതാവ് അത് പാബ്ലോ പിക്കാസോയാണ്. പാബ്ലോ പിക്കാസോ. മക്കളെ മറക്കരുത്, ആധുനിക ചിത്രകലയുടെ പിതാവാണ് പാബ്ലോ പിക്കാസോ. ആരാണ്? പാബ്ലോ പിക്കാസോ. ക്യൂബിസം എന്ന ചിത്രരചനാ രീതി ഏതാണ്? ക്യൂബിസം എന്ന ചിത്രരചനാ രീതി രൂപം കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. എന്ത് രൂപം കൊണ്ടത്? ക്യൂബിസം രൂപം കൊണ്ടത്. മക്കളെ മറക്കരുത്, ക്യൂബിസം രൂപം കൊണ്ടത് എവിടെയാണ്? ഫ്രാൻസിലാണ്. ക്യൂബിസം ആദ്യം അവതരിപ്പിച്ചത് ആരാണ്? പിക്കാസോയാണ്. ക്യൂബിസം ആദ്യം അവതരിപ്പിച്ചത് പിക്കാസോ. ഇനി പിക്കാസോയുടെ ചിത്രങ്ങളാണ് ഗൂർണിക്ക, ദി ഓൾഡ് ഗിറ്റാറിസ്റ്റ്, ദ ബ്ലൂ റൂം. ഇപ്പൊ ഗൂർണിക്കയുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ ഓൾഡ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ദ ബ്ലൂ റൂമും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ക്യൂബിസം ഒരു ചിത്രത്തെ പല ഭാഗങ്ങളാക്കി മാറ്റുകയും ആ ഓരോ ഭാഗങ്ങളിലും മൂർത്തമായ പല ആശയങ്ങളെ ചിത്രീകരിക്കുവാനും കഴിയുന്നതാണ് ഈ ക്യൂബിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തെ പല ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിനും പറയാനായി ഓരോ കഥ ഉണ്ടാകുമെന്ന് പറയും അല്ലെ. നമ്മുടെ മനസ്സിനെ തന്നെ പലതായി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ഭാഗത്തിനും പറയാനായി ഓരോ കഥ ഉണ്ടാകുമെന്ന് പറയും. അതുപോലെ തന്നെ മനസ്സിന്റെ ചിന്തകളുടെ വ്യാപാര തലവും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രചനാരീതി, അല്ലെങ്കിൽ ക്യൂബിസം എന്ന ചിത്രരചനാ രീതി വളരെ ഫെമിലിയർ ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ക്യൂബിസം അവതരിപ്പിച്ച ആരാണ്? പിക്കാസോയാണ്. ആരാ അവതരിപ്പിച്ചത്? പിക്കാസോ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ഗൂർണിക്ക, ദി ഓൾഡ് ഗിറ്റാറിസ്റ്റ്, ദി ബ്ലൂ റൂം. അപ്പൊ ഇവ ഓർമ്മിച്ച് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്,
ബറോക്ക് എന്ന ചിത്രശൈലി അല്ലെങ്കിൽ ചിത്രകലാ ശൈലി, ബറോക്ക് എന്ന ചിത്രശൈലി ആരംഭിച്ചത് റോമിലാണ്. ഏതാണ്? ബറോക്ക് എന്ന ചിത്രശൈലി അല്ലെങ്കിൽ ചിത്രരചനാ രീതി ആരംഭിച്ചത് റോമിലാണ്. അതുപോലെ തന്നെ എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലുള്ള ചിത്രരചനാ രീതി ആരംഭിച്ചത് ജർമ്മനിയിൽ 21-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓർമ്മിച്ച് വെക്കാം, 21-ാം നൂറ്റാണ്ടിൽ എക്സ്പ്രഷനിസ്റ്റ് എന്ന ശൈലി എന്ത് ചെയ്തു? ആരംഭിച്ചു. എവിടെ? ജർമ്മനിയിൽ. അതൊരു പുതിയ ചോദ്യമാണ്, അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ബറോക്ക് എന്നത് എവിടത്തെ രചന രീതിയാണ്? റോമിലാണ്. അതേപോലെ തന്നെ എക്സ്പ്രഷനിസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? അത് ജർമ്മനിയിലാണ്. ജർമ്മനി. ഇനി ഫ്യൂച്ചറിസം ഉടലെടുത്തത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഫ്യൂച്ചറിസം ഉടലെടുത്തത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഫ്യൂച്ചറിസം ഉടലെടുത്തത് എവിടെയാണ്? അത് ഇറ്റലിയിലാണ്. ഫ്യൂച്ചറിസം. അപ്പോ ഇവിടെ ബറാക്ക് എന്ന ചിത്രരചന രീതി കാണാം നിങ്ങൾക്ക്, എക്സ്പ്രഷനിസ്റ്റ് രീതി നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ ഫ്യൂച്ചറിസവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് വളരെ പ്രധാനമാണ്, താടിയുള്ള ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ്. താടിയുള്ള ചിത്രകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അല്ലെ? ഒരുപാട് കഥകൾ. അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അല്ലെ? അപ്പൊ അത്രയേറെ അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിക്കപ്പെട്ട ജീവിതം കൊണ്ടല്ല കേട്ടോ, അതിനുശേഷം ഈ പറയുന്ന തന്റെ ചിത്രങ്ങൾ കൊണ്ട് ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രകാരൻ കൂടെയാണ് ആരാ? വിൻസെന്റ് വാൻ ഗോഗ്. ദി സൺഫ്ലവർ, ദി സ്റ്റാറി നൈറ്റ്, ദി നൈറ്റ് കഫേ, ദി കോൺഫീൽഡ്, പൊട്ടറ്റോ ഈറ്റേഴ്സ് തുടങ്ങിയവ വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രങ്ങളാണ്. മക്കളെ ഓർമ്മിച്ച് വെക്കുക, ദി സൺഫ്ലവർ, ദി സ്റ്റാറി നൈറ്റ്, ദി നൈറ്റ് കഫേ, ദി കോൺഫീൽഡ്, ദി പൊട്ടറ്റോ ഈറ്റേഴ്സ്, ഇവയൊക്കെ തന്നെ ആരുടേതാണ്? ഈ പറയുന്ന വിൻസെന്റ് വാൻ ഗോഗിന്റേതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന PSC കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയ്ക്ക് തന്നെ 3-ലധികം തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്നത് ആരുടെ ചിത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൻസെന്റ് വാൻ ഗോഗിന്റേതാണ്. വിൻസെന്റ് വാൻ ഗോഗിന്റെ പേരിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് വാൻ ഗോഗ് മ്യൂസിയം. ഈ വാൻ ഗോഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാമിലാണ്. മക്കളെ മറക്കരുത്, എവിടെയാണ്? ആംസ്റ്റർഡാമിലാണ് വാൻ ഗോഗ് മ്യൂസിയം. വാൻ ഗോഗ് മ്യൂസിയത്തിന്റെ പിക്ക് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാവുന്നതാണ്. അപ്പൊ മറക്കരുത്, വാൻ ഗോഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാമിലാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ വരുന്നത് ഇന്ത്യൻ ചിത്രകലയിലേക്കാണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ്. ആരാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്? നന്ദലാൽ ബോസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങൾ. ഏതൊക്കെയാണ്? ഉമയുടെ തപസ്യ, സതി, പ്രണാമം, സ്പ്രിംഗ്, ശിവപാർവതി, ഗോപിനി. ഇപ്പൊ ഏതൊക്കെയാണ്? ഉമയുടെ തപസ്യ, സതി, പ്രണാമം, സ്പ്രിംഗ്, ശിവപാർവതി, ഗോപിനി. ഇവയൊക്കെ തന്നെ ആരുടെ ചിത്രങ്ങളാണ്? നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, അമൃത ഷേർഗിൽ ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു പേരാണിത്. PSC ചോദിച്ചിട്ടുണ്ട്, അമൃത ഷേർഗിൽ ഏത് മേഖലയിൽ ശ്രദ്ധേയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മറക്കരുത്, അമൃത ഷേർഗിൽ അത് ചിത്രകല. അമൃത ഷേർഗിൽ വരച്ച പ്രശസ്ത ചിത്രങ്ങളാണ് ദി ന്യൂഡ്സ്, അതുപോലെ തന്നെ കൺസർവേഷൻ. തഞ്ചാവൂർ ചിത്രകല ഈ സൗത്ത് ഇന്ത്യൻ ചിത്രകലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ് ഈ തഞ്ചാവൂർ എന്ന് പറയുന്നത്. അപ്പൊ തഞ്ചാവൂർ ചിത്രകലയുടെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ കഥകളുമാണ്. എന്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, എന്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്? തഞ്ചാവൂർ ചിത്രകലയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ മറക്കരുതടാ, പ്രധാനമാണ്. എങ്ങനെ? തഞ്ചാവൂർ ചിത്രകലയുടെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകവും ശ്രീകൃഷ്ണ കഥകളും ഒക്കെയാണ്. അതുപോലെ തന്നെ അമൃത ഷേർഗിൽ വരച്ചത് ഏതൊക്കെയാണ്? ദി ന്യൂഡ്സ് ആൻഡ് കൺസർവേഷൻ. ഇനി ശ്രദ്ധിക്കുക, രാജസ്ഥാൻ പെയിന്റിങ്ങിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് രാധാകൃഷ്ണ പ്രണയമാണ്. അപ്പൊ രാജസ്ഥാൻ രാധ എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ രാജസ്ഥാൻ പെയിന്റിങ്ങിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അത് രാധാകൃഷ്ണ പരിണയമാണ്. ഇനി അതേപോലെ തന്നെ സ്ത്രീ കലാകാരികൾക്ക് മേധാവിത്വമുള്ള മേഖലയാണ് മിഥില ചിത്രരചനാ രീതി. അപ്പൊ PSC ചോദിക്കും, ചുവടെ തന്നിരിക്കുന്നതിൽ സ്ത്രീ കലാകാരികൾക്ക് മേധാവിത്വമുള്ള ചിത്രരചനാ രീതി ഏതാ? അത് മിഥില ചിത്രരചനാ രീതിയാണ്. ഏതാണ്? മിഥില ചിത്രരചനാ രീതി എന്നുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അടുത്തത് വളരെ പ്രധാനമാണ്, ജമ്മു, കുളു, ഗാർവാർ,
കാംഗ്ര എന്നിവിടങ്ങളിൽ കാണുന്ന ചിത്രരചനാ രീതി അത് പഹാരിയാണ്. ഏതാണ്? ജമ്മു, കുളു, ഗാർവാൾ, കാംഗ്ര. ജമ്മു, കുളു, ഗാർവാൾ, കാംഗ്ര എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ചിത്രരചനാ രീതി ഏതാ? അത് പഹാരിയാണ്. പഹാരി. മക്കൾ ഓർമ്മിച്ച് വെക്കുക, ഈ പഹാരി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഹാരി ഒരു ഭാഷ കൂടെയാണ്. ഓക്കെ, അതായത് ഹിമാചൽ പ്രദേശിൽ സംസാരിക്കുന്ന ഒരു ഭാഷ കൂടെയാണ് പഹാരി എന്ന് പറയുന്നത്. എന്നാൽ മീത്തൈ എന്നത് മണിപ്പൂരി ഭാഷയാണ്. മീത്തൈ. ഓക്കെ, ഇവിടെ ഓർമ്മിച്ച് വെക്കുക, ജമ്മു, കുളു, ഗാർവാൾ, കാംഗ്ര എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ചിത്രരചനാ രീതി കൂടെയാണ് പഹാരി എന്ന് പറയുന്നത്. ആ ചിത്രരചനാ രീതി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇനി പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകാരനാര് അല്ലെങ്കിൽ കലാകാരനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാമിനി റോയി ആണ്. ആരാണ്? ജാമിനി റോയ്. അദ്ദേഹത്തിന്റെ പിക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോക്കിയ മക്കളെ, പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകാരനാരാ? അത് ജാമിനി റോയ് ആണ്. ജാമിനി റോയ്. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ്, ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് എം.എഫ്. ഹുസൈൻ ആണ്. ഹുസൈൻ്റെ ഒരു പിക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ആരാണ്? എം.എഫ്. ഹുസൈൻ. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് എം.എഫ്. ഹുസൈൻ ആണ്. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് എം.എഫ്. ഹുസൈൻ ആണ്. ഇനി നഗ്നപാതനായ ചിത്രകാരൻ ആരാ? നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് അതും എം.എഫ്. ഹുസൈൻ ആണ്. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നതും എം.എഫ്. ഹുസൈൻ ആണ്. ഗജഗാമിനി എന്ന ചിത്രം ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം.എഫ്. ഹുസൈൻ്റെതാണ്. ഓക്കെ അല്ലെ? അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക, ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് എം.എഫ്. ഹുസൈൻ ആണ്. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് എം.എഫ്. ഹുസൈൻ ആണ്. ഗജഗാമിനി, ഇതവിടെ നിങ്ങൾക്ക് ആ പിക്ചർ കാണാം. ഗജഗാമിനി എന്ന ചിത്രം വരച്ചത് ആര് തന്നെയാണ്? ഈ പറയുന്ന എം.എഫ്. ഹുസൈൻ ആണ്. ഇനി ശ്രദ്ധിക്കുക, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ചെമ്പുകാവ്, തൃശ്ശൂർ. കാരണം ചിത്രകലയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ലാത്ത ഒരു സാംസ്കാരിക സ്ഥാപനം കൂടെയാണ് ഈ പറയുന്ന കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം കൂടെയാണ് ഈ പറയുന്ന ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ചെമ്പുകാവ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ലളിതകലാ അക്കാദമി എവിടെയാണ്? കേന്ദ്ര ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിലാണ്. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിലാണ്. അത് സ്ഥാപിതമായത് 1954 എന്ന് കൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ കേന്ദ്ര ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ, സ്ഥാപിതമായത് 1954. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചെമ്പുകാവ്, തൃശ്ശൂർ. ഇത് സ്ഥാപിതമായ വർഷം 1962 നവംബർ 22. 1962 നവംബർ 22. അപ്പൊ മധ്യതേത അത് കേന്ദ്രമാണ് എങ്കിൽ അത് സ്ഥാപിച്ചത് 1954 കേരളത്തിലെ സ്ഥാപിച്ചത് 1962 എന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് എം രാമവർമ്മ രാജ. ഇനി നിലവിലെ ചെയർമാൻ, കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് മുരളി ചീരോത്താണ്. നിലവിൽ ആരാണ്? മുരളി ചീരോത്ത. മക്കളെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ നിലവിലെ ചെയർമാൻ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. കറണ്ട് ആയിട്ടുള്ള അത് എപ്പോഴും വേണം മാറാം അല്ലെ? കറണ്ട് ആയിട്ടുള്ളത് നിലവിലുള്ളത് എപ്പോഴും വേണം മാറാം. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ എപ്പോഴാണോ ഈ ക്ലാസ് കാണുന്നത്, നിങ്ങൾ ഒരുപാട് തവണ നമ്മൾ ക്ലാസ് കാണും. അപ്പോൾ ഓരോ തവണയും കാണുന്ന സമയത്ത് കറക്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോണം അത് ആരാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരാണ് എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വേണം എപ്പോഴും അത് പഠിക്കാനായിട്ട് കേട്ടോ. എന്നാലും നിലവിൽ ആര് തന്നെയാണ്? അത് മുരളി ചീരോത്താണ്. നിലവിൽ മുരളി ചീരോത്താണ്. ഇനി ശ്രദ്ധിക്കുക, ഈ കേരള ലളിതകലാ അക്കാദമിയുടെ പ്രതിമാസ ബുള്ളറ്റിനാണ് ചിത്രവാർത്ത. ലളിതകലാ അക്കാദമിയുടെ പ്രതിമാസ ബുള്ളറ്റിൻ ഏതാണ്? അത് ചിത്രവാർത്തയാണ്. കളമെഴുത്ത് പോലുള്ള അനുഷ്ഠാന കലകളിലെ ചിത്രങ്ങൾ മുതൽ ആധുനിക ചിത്രകലാ സമ്പ്രദായങ്ങൾ വരെ നീളുന്ന ചിത്രകലാ പാരമ്പര്യം ആർക്കുണ്ട്? കേരളത്തിലുണ്ട്. എങ്ങനെ? കളമെഴുത്ത് പോലുള്ള അനുഷ്ഠാന കല. ഇപ്പൊ നമുക്ക് കളമെഴുത്തിന്റെ പിക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം സൈഡിൽ. കളമെഴുത്തിലൊക്കെ കാണുന്ന അതിമനോഹരമായ ചിത്രങ്ങളാണ് അല്ലെ? അത് എന്താണ്? അത് ചുമ്മാ നമുക്ക് വരച്ചെടുക്കാൻ പറ്റില്ല. അതും ഈ പറയുന്ന ചിത്രരചനാ രീതിയുടെ അല്ലെങ്കിൽ ചിത്രകലയുടെ ഏറ്റവും വശ്യമായ ഒരു സൗന്ദര്യമാണ് നമുക്കിവിടെ കാണാം അല്ലേ? നോക്കിയ മക്കളെ, കളമെഴുത്ത് പോലുള്ള അനുഷ്ഠാന കലകളിലെ ചിത്രങ്ങൾ മുതൽ ആധുനിക ചിത്രകലാ സമ്പ്രദായങ്ങൾ വരെ നീളുന്ന ചിത്രകലാ പാരമ്പര്യം ആർക്കുണ്ട്? കേരളത്തിലുണ്ട്. കേരളീയ ചിത്രകലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണ് എടയ്ക്കൽ ഗുഹകൾ. മറക്കരുത്, ഏതാണ്? എടയ്ക്കൽ ഗുഹകൾ. PSC ചോദിക്കാറുണ്ട് എടയ്ക്കൽ ഗുഹകളെ പറ്റി. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങളുള്ളത് ഈ പറയുന്ന എടയ്ക്കൽ ഗുഹകളിലാണ്. മക്കളെ ഇത് വളരെ പ്രധാനമാണ്, ഈ പോയിന്റ് പഠിച്ചു വെക്കുക. കാരണം എന്താണ്? കേരളീയ ചിത്രകലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണ് എടയ്ക്കൽ ഗുഹകൾ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ മുതൽ എവിടെയുണ്ട്? ഈ പറയുന്ന എടയ്ക്കൽ ഗുഹകളിലുണ്ട്.
ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്, സാധ്യതയുള്ള വളരെ പ്രധാനമാണ് മക്കൾ പഠിക്കുക. ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്താണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ എന്ത് കാണാം? ഇടയ്ക്കൽ ഗുഹകൾ കാണാം കേട്ടോ. വളരെ പ്രധാനമാണ് ഇടയ്ക്കൽ ഗുഹകൾ. ഈ പറയുന്ന പോലെ കേരളത്തിന്റെ ചിത്രരചന അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ തന്നെ എന്തിനുണ്ട്? ഈ പറയുന്ന ഇടയ്ക്കൽ ഗുഹകൾക്കുണ്ട്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും പ്രാചീന ബ്രാഹ്മി ലിപിയും ഇടയ്ക്കൽ ഗുഹകളിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനുഷ്യന്റെയും മൃഗങ്ങളുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ ഇതിൽ കാണാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. മനുഷ്യന്റെ രൂപവും അതുപോലെ തന്നെ മൃഗങ്ങളുടെ രൂപവും അതുപോലെ ആ എഴുത്തുകളും ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ എന്താണ് ബ്രാഹ്മി ലിപിയുടെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ലിപി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ബ്രാഹ്മിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ലിപി ഏതാ? അത് ബ്രാഹ്മിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ലിപിയാണ് ബ്രാഹ്മി എന്ന് പറയുന്നത്. രാമായണ കഥ രേഖാചിത്രങ്ങളായി വരച്ചിട്ടുള്ള 98ഓളം ഏടുകൾ അടങ്ങുന്ന താളിയോല ഗ്രന്ഥമാണ് ചിത്രരാമായണം. എങ്ങനെയാണ്? രാമായണ കഥ രേഖാചിത്രങ്ങളായി വരച്ചിട്ടുള്ള 98ഓളം ഏടുകളുള്ള താളിയോല ഗ്രന്ഥം ഏതാ? അതാണ് ചിത്രരാമായണം. മക്കളെ ഏതാണ്? ചിത്രരാമായണം. വളരെ പ്രധാനമാണ്. കേരള സർവകലാശാലയുടെ ഹസ്തലിഖിത ഗ്രന്ഥശാലയിലാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. എവിടെ സൂക്ഷിച്ചിട്ടുണ്ട്? കേരള സർവകലാശാലയുടെ ഹസ്തലിഖിത ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചിത്രരാമായണത്തിന് 500ഓളം വർഷത്തിന്റെ പഴക്കമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏകദേശം 500ഓളം വർഷം മുമ്പേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന രാമായണ കഥയിലെ കഥകൾ ഓരോന്നും ചിത്രങ്ങളായി ആലേഖനം ചെയ്യപ്പെട്ടിട്ട് ഉള്ള താളുകൾ എവിടെയുണ്ട്? കേരള സർവകലാശാലയുടെ ഹസ്തലിഖിത ഗ്രന്ഥശാലയിലുണ്ട് എന്നുകൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് കേരളീയ ചിത്രകലയിൽ വളരെ സമ്പുഷ്ടമായ ഒരു ശാഖയാണ് ചുമർ ചിത്രം. മ്യൂറൽ പെയിന്റിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലെ, ചുമർ ചിത്രം. അപ്പൊ കേരളീയ ചിത്രകലയിൽ വളരെ സമ്പുഷ്ടമായ ഒരു ശാഖയാണത് ഈ പറയുന്ന ചുമർ ചിത്രം എന്ന് പറയുന്നത്. കൊട്ടാരങ്ങളിലെയും ആരാധനാലയങ്ങളുടെയും ഭിത്തികളിൽ അതായത് അതിന്റെ ചുവരുകളിലേക്ക് മതിലുകളിൽ പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ചുമർ ചിത്രങ്ങൾ. മക്കളെ എങ്ങനെ പഠിക്കുക? കൊട്ടാരങ്ങളെയും ആരാധനാലയങ്ങളുടെയും ഭിത്തികളിൽ പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ചുമർ ചിത്രങ്ങൾ. ഓക്കെ അല്ലെ? ഇനി ശ്രദ്ധിക്കുക. പുരാണ കഥാരംഗങ്ങളുടെ ആഖ്യാനവും ദേവീദേവന്മാരുടെ ചിത്രങ്ങളുമാണ് ചുമർ ചിത്രങ്ങളിലുള്ളത്. എങ്ങനെയാണ്? പുരാണ കഥാരംഗങ്ങളുടെ ആഖ്യാനവും അതുപോലെ തന്നെ ദേവീദേവന്മാരുടെ ചിത്രങ്ങളുമാണ് എവിടെയുള്ളത്? ഈ പറയുന്ന ചുമർ ചിത്രങ്ങളിലുള്ളത് എന്നുകൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ചിത്രകാരന്മാരിലെ രാജാവ് എന്നറിയപ്പെടുന്നതും രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നതും രാജാ രവിവർമ്മയാണ്. അപ്പൊ രാജാ രവിവർമ്മയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം, നോക്കി വയ്ക്കുക. എന്താണ്? ചിത്രകലാകാരന്മാരുടെ രാജാവ്, രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനൊരു ചിത്രകലാകാരൻ അല്ലെങ്കിൽ ഒരു ചിത്രരചയിതാവിന്റെ ഒരു ചിത്രകാരന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുക ആരുടെ പേരായിരിക്കും? രാജാ രവിവർമ്മ എന്നുള്ള പേരായിരിക്കും അല്ലെ? ഏതൊരു മലയാളിക്കും അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണത്. രാജാ രവിവർമ്മ ജനിച്ചത് കിളിമാനൂർ കോവിലകത്താണ്. എവിടെയാണ് ജനിച്ചത്? കിളിമാനൂർ കോവിലകത്ത്. രാജാ രവിവർമ്മ ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1848 ഏപ്രിൽ 22 എന്നാണ് അദ്ദേഹം ജനിക്കുന്നത്. 1848 ഏപ്രിൽ 29. ഇനി രാജാ രവിവർമ്മ അന്തരിക്കുന്നത് 1906 എപ്പോഴാണ് മരിക്കുന്നത്? 1906 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനം, ലോക സർവമത സമ്മേളനം അല്ലെ, ആ വേദിയിൽ ആദരിക്കപ്പെട്ട, പ്രത്യേകിച്ച് ആ വേദിയിൽ തന്റെ ചിത്രകലാ പ്രദർശനത്തിലൂടെ ശ്രദ്ധേയനായി തീർന്ന വ്യക്തിയാണ് ആരാ? ഈ പറയുന്ന രാജാ രവിവർമ്മ. മക്കളെ മറക്കരുത്, 1893 ചിക്കാഗോയിൽ നടന്ന ലോക കലാപ്രദർശനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സർവമത സമ്മേളന വേദിയിൽ തന്റെ ചിത്രങ്ങളിലൂടെ ആദരിക്കപ്പെട്ടൊരു കലാകാരനാണ് ആരാ? ഈ പറയുന്ന രാജാ രവിവർമ്മ എന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ശ്രദ്ധിക്കുക. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രവും ഒക്കെ ആയിട്ടുള്ള തപാൽ സ്റ്റാമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ശ്രദ്ധിക്കുക. അപ്പൊ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയാണ് ആര്? ഈ പറയുന്ന രാജാ രവിവർമ്മ. ഹംസവും ദമയന്തിയും, ഹംസ ദമയന്തി ഓർമ്മിച്ച് വയ്ക്കുക. ഹംസവും ദമയന്തിയും എന്ന ചിത്രം ആരുടേത്? ഹംസ ദമയന്തി എന്ന ചിത്രം ആരുടേത്? അത് രാജാ രവിവർമ്മയുടേതാണ്. 1904 കഴ്സൺ ഏത് ചിത്രകാരനാണ് കൈസർ ഇ ഹിന്ദ്? മറക്കരുത്, കഴ്സൺ ഏത് ചിത്രകാരനാണ് കൈസർ ഇ ഹിന്ദ് എന്ന സ്വർണ്ണ മെഡൽ സമ്മാനിച്ചത്? രാജാ രവിവർമ്മയ്ക്ക്. മക്കളെ ഈ പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. 1904 കഴ്സൺ ഏത് ചിത്രകാരനാണ് കൈസർ ഇ ഹിന്ദ് എന്ന സുവർണ്ണ മെഡൽ സമ്മാനിച്ചത്? രാജാ രവിവർമ്മയ്ക്കാണ്.
കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? രാജാ രവിവർമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആരുടെ പേരിൽ അറിയപ്പെടുന്നു? രാജാ രവിവർമ്മയുടെ പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ മറക്കണ്ട, 1904 കഴ്സൺ ആർക്കാണ് കൈസറി ഹിന്ദു ബഹുമതി നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ രവിവർമ്മയ്ക്കാണ്. ഇനി കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ആരുടെ പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജാ രവിവർമ്മയുടെ പേരിൽ അറിയപ്പെടുന്നു. രാജാ രവിവർമ്മയുടെ പേരിൽ അറിയപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഓർമ്മിക്കാം. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മകരമഞ്ഞ്. അപ്പൊ മകരമഞ്ഞ് ചിത്രത്തിന്റെ ഒരു പിക്കൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് മകരമഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മകരമഞ്ഞ് എന്ന ചിത്രത്തിന്റെ പ്രമേയം ആരുടെ ജീവിതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ രവിവർമ്മയുടേതാണ്. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മകരമഞ്ഞ് എന്ന സിനിമയിലെ ആ ഒരു ജീവിതം ആരുടേതാണ്? അത് രാജാ രവിവർമ്മയുടേതാണ്. ഇനി VN നാരായണപിള്ള രചിച്ച ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ ആരുടെ ജീവചരിത്രമാണ്? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ ആരുടെ ജീവചരിത്രമാണ്? അത് രാജാ രവിവർമ്മയുടേതാണ്. ചിത്രകലയിൽ ഇൻഡോ യൂറോപ്യൻ ശൈലിക്ക് തുടക്കമിട്ടത് ആര് തന്നെയാണ്? രാജാ രവിവർമ്മയാണ്. അപ്പോൾ ചിത്രകലയിൽ ഇൻഡോ യൂറോപ്യൻ ശൈലി, അതായത് ഈ ഒരു സമ്മിശ്ര ശൈലിക്ക് രൂപം കൊടുക്കുന്നത് ആര് തന്നെയാണ്? രാജാ രവിവർമ്മയാണ്. കാരണം അത് ആ ഒരു ശൈലിയുടെ മാറ്റമൊക്കെ എന്ന് പറയുന്നത് ഈ നമ്മുടെ ചിത്രകലാ മേഖലയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇനി മറാഠി നോവലിസ്റ്റ് രഞ്ജിത് ദേശായി. ഇപ്പൊ രഞ്ജിത് ദേശായിയുടെ പിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. രഞ്ജിത് ദേശായി ഏത് കേരളീയ ചിത്രകാരന്റെ ജീവിതം അടിസ്ഥാനമാക്കിയാണ് തന്റെ നോവൽ രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാ രവിവർമ്മയുടേതാണ്. അപ്പോൾ രഞ്ജിത് ദേശായി രചിച്ച ഒരു നോവൽ, അത് രാജാ രവിവർമ്മ എന്ന പേരിൽ തന്നെയാണ്. ആ നോവലിന്റെ പിക്ക് നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഈ പിക്ക് രചിച്ച മറാഠി നോവലിസ്റ്റ് രഞ്ജിത് ദേശായി. മറക്കരുത്, രഞ്ജിത് ദേശായി. അദ്ദേഹം ഈ പറയുന്ന രാജാ രവിവർമ്മയുടെ ജീവിതം അടിസ്ഥാനമാക്കിയാണ് ഒരു നോവൽ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇതിന് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചിത്രകലാ വിദ്യാലയം ആരുടെ പേരിലാണ്? അത് രാജാ രവിവർമ്മയുടേതാണ്. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ നോക്കി വരാം. അർജുനനും സുഭദ്രയും, ശ്രീകൃഷ്ണനും യശോദയും, കണ്ണനും യശോദയും, അല്ലെ, ഹംസവും ദമയന്തിയും, ദമയന്തി, മൈസൂർ ഗേദ, സേതുബന്ധനം, നളനും ദമയന്തിയും, നായർ സ്ത്രീ, മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ, അല്ലെ, നായർ യുവതി. ഇനി ദർഭമുന കൊണ്ട ശകുന്തള, മലബാർ സുന്ദരി, രാധാമാധവം. ഇവയൊക്കെ ആരുടെ ചിത്രങ്ങളാണ്? ഈ പറയുന്ന രാജാ രവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങളാണ് എന്നുകൂടെ ഓർമ്മിച്ചു വയ്ക്കുക. ഇനി ശ്രദ്ധിക്കുക, രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവേലിക്കരയിലാണ്. രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ, ഒന്നുകൂടെ, രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിളിമാനൂരാണ്. RIFAC എന്ന് ഓർമ്മിച്ച് വെച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിളിമാനൂരാണ്. എന്നാൽ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് മാവേലിക്കരയിലാണ്. രണ്ട് തിരിഞ്ഞു പോലെ. ഇനി ചിത്രകലാ രംഗത്തെ മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം രാജാ രവിവർമ്മ പുരസ്കാരം. ചിത്രരചനാ മേഖലയിൽ മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ ആര് നൽകുന്ന, കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ആരുടെ പേരിലാണ്? അത് രാജാ രവിവർമ്മയുടെ പേരിലാണ്. ഇനി കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാരാ? അത് KCS പണിക്കരാണ്. ആരാ? KCS പണിക്കർ. അപ്പോൾ KCS പണിക്കരുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇദ്ദേഹം KCS പണിക്കരാണ്. അപ്പോൾ KCS പണിക്കരാണ് ആധുനിക ചിത്രകല, എവിടത്തെ, കേരള ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം ചോളമണ്ഡലം എന്ന കലാഗ്രാമം സ്ഥാപിച്ചത് KCS പണിക്കരാണ്. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ആരാണ്? അത് KCS പണിക്കരാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളിലേക്ക് വരിക. ഒന്ന്, ഒരു മലബാർ കർഷകന്റെ ജീവിതം, ലുംബിനി. ഒരു മലബാർ കർഷകന്റെ ജീവിതം, ലുംബിനിയൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. പഴവിൽപ്പനക്കാരൻ, അമ്മയും കുഞ്ഞും, നായ, നദി. ഇവയൊക്കെ തന്നെ ആരുടെ ചിത്രങ്ങളാണ്? KCS പണിക്കരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് എന്നുകൂടെ ഓർമ്മിക്കുക. കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയായ ചിത്രകൂടം സ്ഥാപിച്ചത് ഏതാണ്? ചിത്രകൂടം സ്ഥാപിച്ചത് ഈ പറയുന്ന CN കരുണാകരനാണ്. മക്കൾ, അതൊരു നല്ല ചോദ്യമാണ്, ചോദിക്കും PSC. ഇപ്പൊ CN കരുണാകരനാണ് എന്ത് ചെയ്തത്? ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറിയായ ചിത്രകൂടം സ്ഥാപിച്ചത്. അപ്പോൾ CN കരുണാകരന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്വകാര്യ ആർട്ട് ഗാലറിയുടെ പേരെന്താണ്? ചിത്രകൂടമാണ്. ചിത്രകൂടം, മറക്കണ്ട, ചിത്രകൂടം. ഇനി ശ്രദ്ധിക്കുക,
ട്രൈബൽ വിച്ചസ് എന്ന വിശ്വവിഖ്യാതമായ ചിത്രം, അല്ലെങ്കിൽ ആ ഒരു വിഖ്യാതമായ ചിത്രം വരച്ചത് CN കരുണാകരനാണ്. ഇനി ഓർമ്മിക്കുക, ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന പ്രസിദ്ധ ചിത്രം വരച്ചത് എഡ്മണ്ട് തോമസ് ക്ലിന്റ് ആണ്. ക്ലിന്റിനെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ക്ലിന്റിന്റെ ജീവിതവും കഥയും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. ക്ലിന്റിനെ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന എന്താണ് ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന ചിത്രം വരച്ചത് ആരാണ്? എഡ്മണ്ട് തോമസ് ക്ലിന്റ് ആണ്. ഇനി ശ്രദ്ധിക്കുക, കേരളത്തിലെ പ്രധാന ചിത്രകാരന്മാരെ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ടവരെ നമുക്ക്. കേരളത്തിലെ പ്രസിദ്ധ ചിത്രകാരന്മാർ ആരൊക്കെയാണ്? ഒന്ന് രാജാ രവിവർമ്മ, KCS പണിക്കർ, CN കരുണാകരൻ, TK പത്മിനി പ്രീവിയസ് ആണ്, TK പത്മിനി, AS നമ്പൂതിരി, ഇനി അതേപോലെ തന്നെ MV ദേവൻ, ഇവരൊക്കെ തന്നെ കേരളത്തിലെ പ്രധാന ചിത്രകാരന്മാരാണ്. ഇനി അതേപോലെ തന്നെ ഓർമ്മിച്ച് വയ്ക്കുക, കേരളത്തിലെ പ്രസിദ്ധ കാർട്ടൂണിസ്റ്റുകൾ ആരൊക്കെയാണ്? ഒന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കരൻ, അതേപോലെ തന്നെ OV വിജയൻ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ എഴുതിയ OV വിജയൻ മലയാളത്തിലെ മികച്ചൊരു കാർട്ടൂണിസ്റ്റ് കൂടെ ആയിരുന്നു, അത് പഠിച്ചോണേ. ദെൻ ടോംസിനെ അറിയാലോ, ബോബനും മോളിയും ആരുടെയാണ്? ടോംസിന്റേതാണ്. G അരവിന്ദൻ, സിനിമാ സംവിധായകൻ കൂടെ ആയിട്ടുള്ള G അരവിന്ദൻ. R പ്രസാദ്, PK മന്ത്രി, അബു എബ്രഹാം, BA ഗഫൂർ, ഇവരൊക്കെ തന്നെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു മേഖല മക്കൾ ഏറ്റവും നന്നായി പഠിക്കുക. ഉറപ്പായും ഇതിൽ നിന്നൊരു ചോദ്യം നമ്മുടെ അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവും. ആ ഒരു മാർക്ക് ഈസിയായി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആപ്പിലുള്ള എക്സാംസും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ നിലവാരം എവിടെ എത്തി, നമ്മൾ ഏതുവരെ ആയി എന്നുള്ള കാര്യങ്ങളും ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് അതൊന്ന് അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ആപ്പിലുള്ള എക്സാംസ് ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാ എക്സാംസും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിലുള്ള മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ.